എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പോൾ മനു വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആൻറ്റിക്ക് എന്താ ഇത്ര ഗൗരവം, ആൻറ്റിക്ക് പ്രൊമോഷൻ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയാണ്, എനിക്ക് പ്രൊമോഷനൊന്നും കിട്ടിയിട്ടില്ല, ഞാനിപ്പോൾ ഇവിടുത്തെ വേലക്കാരിയുടെയും താഴെയാണ് എന്നിങ്ങനെ പറയാണ് കേട്ടോ. നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് മനുവിനോട് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ഞാൻ അലീനേനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്, ഞാനല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവളെ പറഞ്ഞു വിടാൻ എനിക്ക് ആരുടെയും സഹായം ഇല്ല എന്ന് വൈജയന്തി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മനുവിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ആൻറ്റി ചലഞ്ചിനുണ്ടോ, ഞാൻ മുകളിലത്തെ നില അങ്ങ് റെന്റിന് എടുക്കും, എന്നിട്ട് ഞാനും അങ്കിളും അവിടെ ഒരു കിച്ചണും പണിയിപ്പിക്കും, എന്നിട്ട് ഞാനും അങ്കിളും അലീനയും അവിടെ അങ്ങ് താമസിക്കും, താഴേക്കുള്ള ഡോർ അങ്ങ് ക്ലോസ് ചെയ്യും, രോഹിത്തിനെ താഴേക്ക് ആക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നീ എന്തിനാ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നാൽ പിന്നെ നീ അവളെ അങ്ങ് കെട്ടുക, അതല്ലേ അതിലും നല്ലതെന്ന് പറയുമ്പോൾ, അങ്ങനെ ഞാൻ അവളെ കെട്ടിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല, കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുള്ളൂ, എനിക്ക് അവിടെ ഒരു വീടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മനു അവിടുന്ന് പിന്നെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത്. അലീന അവിടുന്ന് പോവാത്തതിനെ കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. മുത്തശ്ശിക്കാണെങ്കിലും അലീന ഇപ്പോൾ അവിടുന്ന് പോയാൽ മതി എന്നായിട്ടുണ്ട് കേട്ടോ. വൈജയന്തി പറഞ്ഞിട്ടും പോവാത്ത അവളെ പിന്നെ എന്തിനാ ഇവിടെ എന്നൊക്കെയാണ് മുത്തശ്ശി മനുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ മനു ആണെങ്കിലും മുത്തശ്ശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മുത്തശ്ശിക്ക് ഇപ്പോൾ എണീറ്റ് നടക്കാറൊക്കെ ആയല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിലും മനു ചോദിച്ചതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അലീന അത്രയും നന്നായിട്ടാണല്ലോ മുത്തശ്ശിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്, അപ്പോൾ എന്നെ നോക്കിയതിന് അവൾക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടല്ലോ എന്നാണ് മുത്തശ്ശിയുടെ ന്യായം കേട്ടോ. അപ്പോൾ മനു ആണെങ്കിലും മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു, പാലം കടക്കോളം നാരായണ, അത് കഴിഞ്ഞാൽ പിന്നെ കൂരായണ, അതെത്ര ശരിയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. മനുഷ്യർക്ക് ഇങ്ങനെ അവരുടെ ആവശ്യം കഴിയുന്നത് വരെ സ്നേഹവും കൂറൊക്കെ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് അലീനേനെ എങ്ങനെയും ഇവിടുന്ന് പറഞ്ഞയക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ മനുവിനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ പറഞ്ഞിട്ടാണ് മനു പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നത് കേട്ടോ. അപ്പം അലീന അത്രയ്ക്കും മുത്തശ്ശീനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ മുത്തശ്ശിക്കും അലീന പോകണം എന്നായി എന്നൊക്കെ അറിഞ്ഞാൽ മനുവിനും നല്ല സങ്കടമുണ്ട്. അപ്പോൾ മനു ആണെങ്കിലും മുത്തശ്ശീനെ ഒന്ന് കുത്തി പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് അവിടുന്ന് പോകുന്നത്. പിന്നീട് 3 മക്കളെയും വിളിച്ച് നിർത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. അലീന അവിടുന്ന് പോകണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അവർക്കാണെങ്കിലും ഓരോരോ ന്യായങ്ങളാണ്. ബബിതയ്ക്കാണെങ്കിൽ അവളുടെ പ്രൈവസിയിൽ കയറി ഇടപെടും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് പ്രൈവസിയിലാണ് അവൾ കയറി ഇടപെട്ടതെന്ന് മനു ചോദിക്കുമ്പോൾ, അത് ഞാൻ ഇങ്ങനെ അന്ന് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ എന്ന് അറിയാം, എന്നിട്ട് അതല്ല എന്ന് പറയട്ടോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് അതല്ല എന്ന് പറയും, എന്നിട്ട് പിന്നെ ഞാൻ ഫോൺ ചെയ്തപ്പോൾ എന്ന് പറയും. അപ്പോൾ വീണ്ടും അതല്ല എന്ന് പറയാൻ കേട്ടോ. ഇപ്പോൾ ഇവിടെ അതൊന്നല്ല പ്രശ്നം, അമ്മയ്ക്ക് അവളെ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, അതന്നെയാണ് കാര്യം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. രോഹിത്തും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്, പ്രൈവസിയിൽ കയറി ഇടപെടും എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ടായിരുന്നു, നീ അവളെ ഇങ്ങനെ കുറേ ട്രൈ ചെയ്തതാണല്ലോ, എന്നിട്ട് അത് നടക്കാതെ വന്നപ്പോഴല്ലേ റേപ്പ് അറ്റംപ്റ്റ് നടത്തിയത് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ അലീനയും നിങ്ങളുടെ അച്ഛനും തമ്മിൽ വല്ല സദാചാര പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും ഇല്ല, അലീന ചേച്ചീനെ എന്നെ കാണുന്ന പോലെ തന്നെയാണ് അച്ഛൻ കാണുന്നത് എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. അപ്പം അമ്മയ്ക്ക് അലീന അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അലീന അവിടെ നിന്ന് പോകണം എന്ന് തന്നെയാണ് കേട്ടോ 3 പേരും പറയുന്നത്. അപ്പോൾ അച്ഛന് അവൾ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമാണല്ലോ, അപ്പം അച്ഛൻ്റെ ഇഷ്ടം നോക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് വന്നാലും അമ്മ ജയിക്കണം എന്നാണ് 3 മക്കളും പറയുന്നത് കേട്ടോ. അപ്പം അച്ഛൻ തോറ്റോട്ടെ എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ തോറ്റാലും കുഴപ്പമില്ല എന്ന് തന്നെയാണ് രോഹിത്തും ബബിതയൊക്കെ പറയുന്നത്. അപ്പോൾ മനു ആണെങ്കിലും അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയുടെ മുന്നിൽ അച്ഛൻ തോറ്റിട്ട് പിന്നെ എന്തിനാ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സമാധാനം ഇതൊക്കെ കിട്ടും എന്നിങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് മനു അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് മുകളിലേക്ക് നിങ്ങളുടെ അച്ഛനോടും കൂടെ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള വടംവലിയാണല്ലോ ഇപ്പം നടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴാണ് രോഹിത്ത് പറയുന്നത്, അവൾ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ അമ്മ അവളുടെ മുന്നിലായിരിക്കും തോൽക്കുന്നത്, അച്ഛൻ്റെ മുന്നിലല്ല, അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോയേ പറ്റുള്ളൂ, അമ്മ അങ്ങനെ അവളുടെ മുന്നിൽ തോൽക്കണ്ട എന്നാണ് കേട്ടോ രോഹിത്ത് പറയുന്നത്. തുടക്കത്തിലെ മനു ആണെങ്കിൽ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അലീന ഇവിടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നില്ലേ, ജോലിയെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതേ എന്നുള്ള മറുപടിയൊക്കെ തന്നെയാട്ടോ കൊടുക്കുന്നത്. പക്ഷേ വൈജയന്തിക്ക് അവൾ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട്, അമ്മയ്ക്ക് അലീന അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ അവർ അമ്മയുടെ സൈഡ് അങ്ങ് നിന്നതാണ് കേട്ടോ. മനു അവിടുന്ന് പോകുമ്പോൾ ബബിത കൃഷ്ണമോളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ബാലചന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും ഫോൺ ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്കിളെ എന്ന് വിളിക്കട്ടോ. അങ്കിൾ എന്താ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാൻ തുടങ്ങായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അതെ 2 സെക്കൻഡ് വൈകിപ്പോയി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഫോണിനും ഉണ്ടല്ലോ ഐസൊക്കെ എന്ന് പറയും, അങ്കിള് നല്ല കില്ലിങ് മോഡിലാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അതെങ്ങനെ നിനക്കറിയാം എന്നിങ്ങനെ മനുവിനോട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ രാജീവിനെ കണ്ടിട്ടാണോ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്ന് പറയും കേട്ടോ. പിന്നീട് ഈ അലീനയുടെ കാര്യമൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത്. അലീനനെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തീരുമാനം തന്നെയാണ് കേട്ടോ മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നത്. മനു പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ അങ്കിളിന്റെ 3 മക്കളോടും മുത്തശ്ശീനോടും ഭാര്യനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ അലീന ഇവിടുന്ന് പോകണം എന്ന് തന്നെയാണ്, ആരും അങ്കിളിന്റെ കൂടെ ഇല്ല എന്നിങ്ങനെ പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് മതി തന്നെയാണ് ബാലചന്ദ്രൻ പറയുന്നത്. അവര് 5 പേരുടെ ഇങ്ങനെ വാക്കിനേക്കാളും പ്രവൃത്തിയേക്കാളും ഒക്കെ ശക്തിയുണ്ട് എൻ്റെ വാക്കിനും പ്രവൃത്തിക്കും എന്നൊക്കെയാണ് ബാലചന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഞാനിങ്ങനെ 50 വട്ടെങ്കിലും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ആത്മഹത്യയാണോ കൊലപാതകമാണോ നല്ലത് എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ ആവുമ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത് നീ ഒരു കുറ്റമായിട്ട് കാണരുത് എന്നൊക്കെയാണ് കേട്ടോ ബാലചന്ദ്രൻ പറയുന്നത്. അപ്പം മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്കിൾ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, അങ്കിൾ എൻ്റെ മനസ്സിലൊരു വിഗ്രഹമാണ്, അത് ഉടഞ്ഞു പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി എന്ത് ഇപ്പോൾ ഉടഞ്ഞു പോവാനാ, എല്ലാം ഇങ്ങനെ തകർന്നില്ലേ എന്നുള്ള രീതിയിലാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊലപാതകമാണോ ആത്മഹത്യയാണോ ഇങ്ങനെ നല്ലതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ മനു ഇങ്ങനെ മക്കളുടെ കാര്യമെങ്കിലും ഇങ്ങനെ അങ്കിൾ ഓർക്കണ്ടേ, 2 പെൺകുട്ടികളല്ലേ, രോഹിത് പിന്നെ ആണായതുകൊണ്ട് അങ്ങ് വിട്ടേക്കാം എന്ന് പറയാം. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, കല്യാണം കഴിക്കണം എന്നൊന്നുമില്ല കുട്ടികൾ ഉണ്ടാവാൻ. ബാലചന്ദ്രൻ ഇങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ കല്യാണത്തിന് മുന്നേ കല്യാണം കഴിക്കാതെ ഒരുപാട് മക്കളെ ഉണ്ടാക്കാൻ ആവുമായിരുന്നു എന്നിങ്ങനെ പറയാനായിട്ട്. പക്ഷേ ഞാനിങ്ങനെ ആഗ്രഹിച്ചത് എൻ്റെ വീട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന ഭാര്യയിൽ എൻ്റെ ആത്മസംതൃപ്തിയിൽ ഉണ്ടാവുന്ന മക്കളെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ. പക്ഷെ അങ്ങനെയാണോ നടന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മനു ആണെങ്കിലും ഒരു അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, മനു നീ എന്നോട് ന്യായം പറയാനായിട്ടില്ല, നീ ചെറുതാണ്, നീ പോന്ന് അറിയും. മനു ആണെങ്കിലും അലീനനെ കുറച്ച് ദിവസമെങ്കിലും ഇവിടുന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് തന്നെയാട്ടോ പറയുന്നത്. അപ്പോൾ അവളാണ് എൻ്റെ തുറുപ്പുചീട്ട്, അപ്പോൾ ഇപ്പൊ ഞാനത് താഴ്ത്തി വെച്ചിരിക്കുകയാണ്, ഒരു അവസരം കിട്ടിയാൽ ഞാനത് എടുത്ത് വെട്ടും, അതോടുകൂടി എല്ലാം തീരുമെന്നാ പറയുന്നത്. അപ്പം മനു ആവുന്ന വിധം അലീനനെ പറഞ്ഞു വിടാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഒരു നിമിഷം പോലും അലീനനെ അവിടുന്ന് മാറ്റി നിർത്താൻ പറ്റില്ല എന്ന് പറയാനായിട്ട്. പിന്നെ മനുവിനൊന്നും പറയാനില്ല, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. പോവാന്ന് പറഞ്ഞിട്ട് പിന്നീട് വൈജയന്തിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നീയല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നീ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോന്നൊക്കെ മനുവിനോട് വൈജയന്തി പറയുന്നുണ്ട്. പിന്നീട് അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അലീനയാണെങ്കിലും കരഞ്ഞ് തളർന്ന ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് കേട്ടോ. മനു ആണെങ്കിൽ അലീനയോട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയാം, എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല മനുവേട്ട, എന്നെ എല്ലാവരും കൂടെ അങ്ങ് കൊന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. മനു സങ്കടപ്പെട്ട് അവിടുന്ന് പോകുന്നു കേട്ടോ. ബാലേന്ദ്രൻ മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നോക്കി നിൽക്കുകയും ചെയ്യുന്നു.